എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന മിഥുന മാസം 1-ാം തീയതി, അതായത് തിങ്കളാഴ്ച ദിവസം, ജ്യോതിഷപരമായി വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. കാരണം കറുത്ത വാവും മിഥുന രവി സംക്രമവും ഒരുമിച്ച് വരുമ്പോൾ ചില നക്ഷത്രക്കാരുടെ ഭാഗ്യസ്ഥാനത്ത് അസാധാരണമായ ഒരു ഉണർവുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ അതിലും കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന 8 നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യാവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ യോഗമുണ്ടായിത്തീരും. മാത്രവുമല്ല, ഓരോ നക്ഷത്രത്തിനും പ്രത്യേകം ഭാഗ്യ നമ്പറുകളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ഈ ഫലപ്രവചനങ്ങളുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് പറയുന്ന നക്ഷത്രത്തിൻ്റെ ഫലവും അവസാന ഭാഗങ്ങളിലായിട്ട് വരുന്ന നക്ഷത്രത്തിൻ്റെ ഫലവും ഈ മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു പക്ഷേ ആ നക്ഷത്രമാണ് നിങ്ങളുടെ നക്ഷത്രമെങ്കിൽ ഇതിലും വലിയൊരു ഭാഗ്യം ഇനി വേറെ ലഭിക്കാനില്ല. നമ്മൾ പലപ്പോഴും ഈ ഭാഗ്യം എന്നത് വെറും ഒരു യാദൃശ്ചികത മാത്രമാണെന്ന് കരുതാറുണ്ട്. പക്ഷേ ജ്യോതിഷശാസ്ത്രത്തിൽ അങ്ങനെ പറയുന്നില്ല. അതെന്തുകൊണ്ടെന്നാൽ ഈ ധനകാര്യങ്ങളെ സ്വാധീനിക്കുന്ന ബുധനും ഭാഗ്യസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന വ്യാഴവും ശുക്രനും അതോടൊപ്പം അപ്രതീക്ഷിത നേട്ടങ്ങളുമായിട്ട് ബന്ധമുള്ള രാഹുവും ജാതകൻ്റെ അനുകൂല സ്ഥാനങ്ങളിൽ വരുമ്പോൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ ആ ജാതകനുണ്ടാകും എന്നാണ് ജ്യോതിഷം ഉറപ്പിച്ചു പറയുന്നത്. അതിനിപ്പോൾ ഈ 4 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വന്നില്ലെങ്കിൽ പോലും ഇതിലെ ഏതെങ്കിലും 3 ഗ്രഹങ്ങൾ അനുകൂലമായി വന്നാലും മതി. പ്രത്യേകിച്ചും ഈ മിഥുന രവി സംക്രമ സമയത്ത് ചില നക്ഷത്രക്കാരുടെ ജാതകത്തിൽ ധനയോഗവുമായി ബന്ധപ്പെട്ട ശക്തമായ മാറ്റങ്ങൾ രൂപപ്പെടുന്നതായിട്ടാണ് നമുക്കിവിടെ ഫലത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും പ്രാധാന്യം അറിയിക്കുന്നതും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ പറയാൻ പോകുന്ന 8 നക്ഷത്രങ്ങളിൽ ചിലത് നമ്മൾ ഈ അടുത്ത കാലത്തുള്ള വീഡിയോകളിലൊന്നും ഉൾപ്പെടാത്ത നക്ഷത്രങ്ങളാണ് എന്നാണ് എനിക്ക് ഗണിച്ചപ്പോൾ കിട്ടിയത്. മാത്രവുമല്ല, നമ്മളിവിടെ ആദ്യം പറഞ്ഞതുപോലെ ഈ പട്ടികയിലെ 3-ാമത്തെയും 8-ാമത്തെയും നക്ഷത്രങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഫലം മറ്റുള്ളവരെക്കാൾ പല പ്രകാരത്തിലും ശ്രദ്ധേയമാണ്. അതിനാൽ നിങ്ങളുടെ നക്ഷത്രം വരുന്നതുവരെ ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ ആ സത്യം നിങ്ങൾക്ക് പരിപൂർണമായി ബോധ്യമാകും. അതിന് ഈ മിഥുനമാസം 1-ാം തീയതി ഭാഗ്യത്തിൻ്റെ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ആനുകൂല്യം ലഭിക്കാൻ യോഗ്യമുള്ള ആ 8 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പട്ടികയിൽ നമുക്കിവിടെ ഗണിച്ചപ്പോൾ കിട്ടിയ ആദ്യത്തെ ഭാഗ്യവുമായി കടന്നു വരുന്ന മഹാഭാഗ്യ നക്ഷത്രം വൃശ്ചികൻ രാശിയിലെ അനിഴം നക്ഷത്രമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ പറയാതിരുന്ന ഈ അനിഴം നക്ഷത്രക്കാർക്ക് ഈ മിഥുന രവി സംക്രമത്തോടെ വലിയൊരു ഭാഗ്യോദയമാണ് വന്നിരിക്കുന്നത്. ശനിയുടെ സ്വാധീനമുള്ള ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത കോണുകളിൽ നിന്നും ധനലാഭമുണ്ടാകും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്തായിരിക്കും വലിയൊരു തുക നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നത്. ഇനിയൊരു പക്ഷേ നിങ്ങളിത് ശ്രദ്ധിക്കുന്ന ഒരു സ്ത്രീ നക്ഷത്രക്കാരിയാണെങ്കിൽ നിങ്ങൾ ചിട്ടി ചേർന്നിട്ടുണ്ട്. ചിട്ടിയിൽ ആയിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് നറുക്ക് വീഴുക. ഈ വീഡിയോ നമ്മൾ ലോട്ടറി സംബന്ധമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ആ ട്രാക്കിൽ കൂടിയായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന പോലെ അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ നിങ്ങളുടെ ജന്മസംഖ്യയുമായി ഒത്തുപോകുന്ന 8, 7, 5 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതായത് ഏറ്റവും അവസാനം ഈ പറഞ്ഞ 8, 7, 5 അവസാനിക്കുന്നതായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പ്രൈസ് വീഴാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട് വരുന്നത് സൂര്യൻ്റെ ചൈതന്യമുള്ള ഉത്രാട നക്ഷത്രം. ഈ ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ സൂര്യഗ്രഹണത്തിന് ശേഷം ധനപരമായി വലിയ മുന്നേറ്റമുണ്ടാകും. കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് അത് വീട്ടാനുള്ള വലിയൊരു വഴി ഈ ലോട്ടറി ഭാഗ്യത്തിലൂടെ തുറക്കപ്പെടും. തിങ്കളാഴ്ച ദിവസം രാഹുകാലം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഉത്തമമായിട്ടുള്ള സമയം. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 1, 3, 9 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾക്കെടുക്കാം. ഇനി മൂന്നാമതായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യ നക്ഷത്രം ശുക്രൻ്റെ സ്വന്തം നക്ഷത്രമായ പൂരാട നക്ഷത്രം. നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പ്രതീകമായ ശുക്രൻ്റെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഈ പൂരാട നക്ഷത്രക്കാർക്ക് മിഥുനമാസത്തിൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പ്രത്യേകിച്ചും സ്ത്രീകളെ കൊണ്ട് ടിക്കറ്റ് എടുക്കുന്നതോ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ നേരിട്ട് ടിക്കറ്റ് വാങ്ങിക്കുന്നതോ
ഈ പൂരാട നക്ഷത്രക്കാർക്ക് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 6, 2, 4 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് പ്രൈസ് വീഴാനുള്ള സാധ്യത മറ്റ് നമ്പറുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. ഇനി 4ാമതായിട്ട് വരുന്നത് കേതുവിൻ്റെ നക്ഷത്രമായ മൂലനക്ഷത്രം. ഈ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറയാതിരുന്ന മൂലനക്ഷത്രക്കാർക്ക് ഈ വരുന്ന തിങ്കളാഴ്ചയ്ക്ക് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പ്രപഞ്ചം തരുന്ന ഒരു സമ്മാനമായിരിക്കും ഈ വരാൻ പോകുന്ന നിങ്ങളുടെ മഹാഭാഗ്യം. നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ മുൻപിൽ വന്ന് പെടുന്ന ടിക്കറ്റുകളാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഉദാഹരണമായി ഇപ്പോൾ ദേവാലയങ്ങളിൽ നിന്നും പ്രാർത്ഥിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. അല്ലെങ്കിൽ ആകസ്മികമായിട്ട് നിങ്ങളുടെ മുൻപിൽ ഒരാൾ വന്ന് ടിക്കറ്റ് വിൽക്കുന്ന ഒരാൾ വന്ന് നിന്നിട്ട് ഈ ഒരു ടിക്കറ്റ് എടുക്കാവോ എന്ന് പെട്ടെന്ന് അയാൾ ചോദിക്കുകയാണെങ്കിൽ, അതായത് യാദൃശ്ചികമായിട്ട് നിങ്ങൾ അയാളെ കാണുമ്പോൾ അയാളിൽ നിന്നും ഒരു ടിക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഭാഗ്യമുള്ള ടിക്കറ്റായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ കൃത്യമായി നോക്കി വേണം എടുക്കാൻ. അപ്പോൾ ആ ഘട്ടത്തിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് 7, 9, 3 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകളായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഇനി 5ാമതായിട്ട് വരുന്നത് മേടക്കൂറിലെ ഭരണി നക്ഷത്രക്കാരാണ്. ശുക്രൻ്റെ സ്വാധീനമുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണ സമയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ലോട്ടറി ഭാഗ്യത്തിനുള്ള യോഗം വളരെ ശക്തമാണ്. വലിയ തുക സമ്മാനമായി ലഭിക്കുന്ന ബമ്പർ ലോട്ടറികളിൽ ഒരു കൈ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഈ സമയമാണ്. നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നല്ലാതെ മറ്റെവിടെയെങ്കിലും നിന്നും നിങ്ങൾ യാത്ര പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനായിരിക്കും ഭാഗ്യം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 6, 1, 5 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിന് പ്രൈസ് വീഴാനുള്ള സാധ്യത മറ്റ് നമ്പറുകളേക്കാൾ ഏറ്റവും കൂടുതലായിരിക്കും. ഇനി 6ാമതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നക്ഷത്രം രേവതി നക്ഷത്രം. ഈ രേവതി നക്ഷത്രം എന്നാൽ ബുധൻ്റെ നക്ഷത്രമാണ്. രേവതി നക്ഷത്രം അതായത് ഈ ബുദ്ധികാരകനായ ബുധൻ്റെ നക്ഷത്രമായതിനാൽ നിങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് സ്വന്തം മനസ്സ് പറയുന്നത് കേട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ ഉറപ്പായിട്ടും ഭാഗ്യം തുണയ്ക്കും. അതായത് ഇപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുക്കാൻ തോന്നുന്നു എന്നുള്ള ഒരു ആഗ്രഹം എപ്പോഴാണോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാലയളവിൽ ഉണ്ടാകുന്നത് അപ്പോൾ പെട്ടെന്നൊരു ടിക്കറ്റ് എടുക്കുക. അതായത് ഇപ്പോൾ കൂട്ടുകാരോടൊപ്പം ചേർന്ന് പാർട്ട്ണർഷിപ്പായിട്ട് നിങ്ങൾക്ക് ഈ സമയത്ത് ടിക്കറ്റ് എടുക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും എടുക്കാം, അതിലും തെറ്റില്ല. എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ടിക്കറ്റ് എനിക്ക് എടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ എടുക്കുകയാണെങ്കിൽ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ മിഥുനമാസ അമാവാസിയിലും അതുപോലെ തന്നെ മിഥുനമാസ രവി സംക്രമത്തിലും. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 5, 3, 2 എന്നീ നമ്പറുകളിൽ വരുന്ന ടിക്കറ്റുകൾ, അതായത് ആ നമ്പറുകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ നോക്കിയെടുക്കുകയാണെങ്കിൽ സാധ്യത വളരെ കൂടുതലായിരിക്കും. അതിന് 7ാമതായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നക്ഷത്രം പുണർദ നക്ഷത്രം. ഈ പുണർദ നക്ഷത്രം എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ് ഈ പുണർദ നക്ഷത്രം. അതായത് ഈ സമയങ്ങളിൽ ദേവഗുരുവായ വ്യാഴത്തിൻ്റെ ആ ഒരു പ്രത്യേക നിൽപ്പ് കാരണം നിങ്ങൾ പുണർദ നക്ഷത്രക്കാർക്ക് ഈ മിഥുന രവി സംക്രമ ദിവസം വലിയ ധനപ്രവാഹം തീർച്ചയായിട്ടും ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇത്രയും കാലം ഭാഗ്യം നിങ്ങളെ തൊട്ടില്ല എന്ന് ഉള്ള രീതിയിൽ അങ്ങനെ മാറിപ്പോയ അവസ്ഥ ഇനി നിങ്ങൾക്കുണ്ടാകില്ല. കാരണം കൃത്യമായ കണക്കുകൂട്ടലോടുകൂടി നിങ്ങൾ ടിക്കറ്റ് എടുക്കുക. ഇവിടെ കണക്കുകൂട്ടൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മിഥുന രവി സംക്രമത്തോട് പരമാവധി അടുത്ത് നിൽക്കുന്ന ഒരു ദിവസം, ആ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുകയാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ ഒന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളുടെ ഭാഗ്യ നമ്പറായിട്ട് കിട്ടിയിരിക്കുന്നത് 3, 7, 9 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന ടിക്കറ്റുകൾ തന്നെ തിരഞ്ഞെടുക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം ഈ നമ്പറുകൾക്ക് നിങ്ങളെ സംബന്ധിച്ച് സാധ്യത കൂടുതലായിരിക്കും. ഇനി 8ാമത്തെയും അവസാനത്തേതുമായിട്ട് ഈ പട്ടികയിലേക്ക് വരുന്ന നക്ഷത്രം ചോതി നക്ഷത്രം. അതായത് ഈ ചോതി നക്ഷത്രം എന്ന് പറയുമ്പോൾ രാഹുവിൻ്റെ നക്ഷത്രമായ ചോതി നക്ഷത്രമാണ് ഈ പറഞ്ഞ 8ാമത്തെ നക്ഷത്രം. ജ്യോതിഷത്തിൽ പെട്ടെന്നുള്ള ധനലാഭത്തിനും ലോട്ടറി ഭാഗ്യത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹം ഈ പറഞ്ഞ രാഹു ഗ്രഹമാണ്. ഈ ചോതി നക്ഷത്രം രാഹുവിൻ്റെ നക്ഷത്രമായതുകൊണ്ടും നിലവിൽ രാഹുവിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് അനുകൂലമായതുകൊണ്ടും നിങ്ങൾ ഈ ചോതി നക്ഷത്രക്കാർക്ക് ഈ ദിവസം ലോട്ടറി അടിക്കാനുള്ള യോഗം
ഏറ്റവും അധികം പീക്ക് പോയിന്റിലാണ്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ 4, 5, 8. ഇനി നിങ്ങൾ ഈ 8 നക്ഷത്രക്കാർക്കും വേണ്ടി പൊതുവായിട്ടൊന്ന് പറയാനുള്ളത്, അതായത് പലരും ചോദിക്കും ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു സമയം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ആ സമയം ഒന്ന് പറഞ്ഞാൽ, തിങ്കളാഴ്ച ദിവസം രാവിലെ 7:30 മുതൽ 9 വരെയുള്ള രാഹുകാല സമയം ഒഴിവാക്കി ടിക്കറ്റുകൾ എടുക്കാൻ പരമാവധി ശ്രമിക്കുക. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഏറ്റവും കൂടുതൽ ഉചിതമായിരിക്കും. അതുപോലെ തന്നെ മനസ്സിൻ്റെ ശുദ്ധിയും ആ സമയത്ത് അത്യാവശ്യമാണ്. അതായത് നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് പൂർണ്ണമായ വിശ്വാസത്തോടെ നിങ്ങളുടെ ഇഷ്ടദേവനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എനിക്ക് ഈ പ്രാവശ്യം ഭാഗ്യം ലഭിക്കും എന്ന ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടി വേണം ടിക്കറ്റ് നിങ്ങൾ കയ്യിലേക്ക് മേടിക്കുവാൻ. അതുപോലെ തന്നെ ദാനധർമ്മം. നിങ്ങൾക്ക് ലോട്ടറി വഴി ഒരു ചെറിയ സമ്മാനമാണ് ലഭിച്ചതെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു ചെറിയ പങ്ക് പാവപ്പെട്ടവർക്കോ വിശക്കുന്നവർക്കോ നിങ്ങൾ ദാനം ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യത്തിൻ്റെ തീവ്രത നിങ്ങളിൽ കെട്ടടങ്ങാതെ നിലനിർത്താനും നിങ്ങൾക്ക് ഈ ചിന്തകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.